നമസ്കാരം. CPIM-ൻ്റെ ഫുൾ ഫോം എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നാണ്. പക്ഷേ ആ പേരിൽ മാത്രമേ ഉള്ളൂ അവർക്ക് ആ ഒരു ചിന്താഗതിയും രാജ്യസ്നേഹവും അല്ലെങ്കിൽ ദേശീയതയുമൊക്കെ. അവർ കുറേ കാലമായിട്ട് ഒരു പ്രാദേശിക പാർട്ടി അല്ലെങ്കിൽ ഒരു സംസ്ഥാന പാർട്ടി എന്ന നിലയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നതാണെങ്കിലും ഇതിലെ ഇന്ത്യ എന്നത് ഏതോ മറ്റൊരു രാജ്യമാണ്, തങ്ങളുടെ അയൽ രാജ്യമാണ് അല്ലെങ്കിൽ ഒരു വിദേശ രാജ്യമാണ് എന്ന തരത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളും അണികളും എല്ലാവരും എപ്പോഴും പറയുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് നമുക്കറിയാം, കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്നൊരു സ്ഥാപനമുണ്ട് ഇവിടെ നമുക്ക് കൊച്ചിയിലാണ്. അത് ഈ അടുത്ത കാലത്തായിട്ട് വലിയ യുദ്ധക്കപ്പലുമൊക്കെ വിമാനവാഹിനി കപ്പലുമൊക്കെ അവിടെ നിർമ്മിച്ച് നീരിലിറക്കിയിട്ടുണ്ട്. നമുക്കറിയാം, പല വലിയ വലിയ പദ്ധതികളും അവിടെ നിർമ്മിക്കുകയും അത് വിജയകരമായിട്ട് ഉദ്ഘാടനം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് അതറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇത്തരം സംഗതിയൊക്കെ രാജ്യത്തും ലോകത്തുമൊക്കെ വാർത്തയായി കഴിയുമ്പോൾ കേരളത്തിൻ്റെ വ്യവസായ മന്ത്രി അടക്കമുള്ളവർ പറയുന്നൊരു കാര്യമുണ്ട്. കേരളത്തിലാണ് നിർമ്മിച്ചത്, കേരളത്തിൻ്റെ സംഭാവനയാണ് എന്ന തരത്തിലാണ് ഇവരത് അവതരിപ്പിക്കുക. മറ്റേതെങ്കിലും ഒരു സംസ്ഥാനം ഈ രീതിയിൽ പറയുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ഉദാഹരണത്തിന് സിനിമയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു കായിക ഇനത്തിൻ്റെ കാര്യത്തിലൊക്കെ പ്രാദേശികവാദം പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ മമ്മൂട്ടിയോ അല്ലെങ്കിൽ മോഹൻലാലിനെയോ മലയാളത്തിൻ്റെ സ്വകാര്യ അഹങ്കാരം അല്ലെങ്കിൽ നമ്മുടെ സ്വത്താണെന്നൊക്കെ പറയുമ്പോൾ മറ്റ് സംസ്ഥാനക്കാർ മറ്റു പലരെയും പറയും. അത്തരം കാര്യങ്ങളിലൊക്കെ പ്രാദേശികവാദം പറയുന്നത് ഒരു പരിധിവരെ നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിൽ കൂടി ഈ പ്രാദേശികവാദം പറയുന്നത് തീർത്തും തെറ്റായ ഒരു പ്രവണതയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഉദാഹരണത്തിന് ISR ഒരു ഉപഗ്രഹം വിക്ഷേപിക്കുന്നു, അത് വിജയിക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ മന്ത്രി വന്നിട്ട് പറയുന്നു അതിൻ്റെ ആ റോക്കറ്റിൻ്റെ ഇന്ന ഭാഗത്ത് ഉപയോഗിച്ച നട്ടും ബോൾട്ടും കേരളത്തിലാണ് പണിതത്, അതുകൊണ്ട് കേരളത്തിലും അതിൽ പങ്കുണ്ടു എന്ന തരത്തിൽ വീരവാദം മുഴക്കിക്കൊണ്ടുവരുന്നു. ഒന്ന് ഓർത്തു നോക്കുക. അതിൻ്റെ പല ഭാഗങ്ങളും രാജ്യത്തിൻ്റെ പല സംസ്ഥാനത്തും പല കമ്പനികളിലുമൊക്കെ ഉണ്ടാക്കിയായിരിക്കാം അവസാനം അസംബിൾ ചെയ്ത് കൂട്ടിയോജിപ്പിച്ച് അത് വലിയ വിജയമാക്കുന്നത്. എന്നാൽ കേരളം ഒഴിച്ച് മറ്റൊരു സംസ്ഥാനവും ഇതേപോലെ അവകാശവാദവും കൊണ്ട് വരുന്നത് കണ്ടിട്ടേയില്ല. കാരണം അവർക്കറിയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നാണ് അവരുടെ പേരെങ്കിലും അതിൽ ഇന്ത്യ ഉണ്ടെങ്കിലും അവർ ഈ കേരളത്തിനെ മാത്രമായിട്ട് എന്തോ ഒരു പ്രത്യേക സ്ഥലമായിട്ട് കരുതാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. ഇന്ത്യ എന്നത് മറ്റെന്തോ ഒരു പ്രദേശമാണെന്നും അത് നമ്മളും അവരുമായിട്ടൊരു ബന്ധവുമില്ല എന്ന തരത്തിലാണ് അവർ ഇത്തരം അവസരങ്ങളിലൊക്കെ അവർ പറയുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യാറ്. ഒരു പരിധിവരെ ഇവിടെയുള്ള മാധ്യമങ്ങളും ഇതിന് വലിയ രീതിയിൽ ചൂട്ടുപിടിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ഭാര്യ ഉണ്ടാക്കിയ ഒരു ഭക്ഷണം അല്ലെങ്കിൽ കഴിക്കുന്ന ഒരു ഭക്ഷണം അതുണ്ടാക്കി കൊടുത്തത് കോട്ടയത്തുള്ള ഇന്ന ജില്ലയിലെ ഇന്ന ആളാണ് എന്ന തരത്തിൽ റൂട്ട് മാപ്പ് അടക്കം പബ്ലിഷ് ചെയ്യുന്ന ചില മാധ്യമങ്ങൾ ഇവിടെയുണ്ട്. അത്തരം ചില വാർത്തകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവരൊക്കെ അറിഞ്ഞോ അറിയാതെയോ പ്രാദേശികവാദത്തിന് വളമിട്ട് കൊടുക്കുന്ന കാഴ്ചയാണ്. പക്ഷേ അതൊക്കെ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഇതൊക്കെ അങ്ങേയറ്റം മ്ലേച്ഛമായ കാഴ്ചയാവുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് പോലും ഇത്തരം ചില കാഴ്ചകൾ കാണേണ്ടി വന്നു. ഇവിടെയുള്ള വ്യവസായ മന്ത്രി പോലും ISROയുടെ വിജയത്തിൽ അല്ലെങ്കിൽ കൊച്ചിയിൽ കമ്മീഷൻ ചെയ്ത വിമാനവാഹിനി കപ്പലിൻ്റെ കേസിലൊക്കെ കേരളത്തിൻ്റെ എന്തോ മഹത് കാര്യമായിട്ട് അവതരിപ്പിക്കുമ്പോൾ കഷ്ടം എന്നേ പറയാനുള്ളൂ. പൂർണ്ണമായും കേന്ദ്രത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥാപനം തന്നെയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്ന ആ സ്ഥാപനം. അവിടെ ഉദ്യോഗസ്ഥരായിട്ട് അവിടെ തൊഴിലാളികളായിട്ടൊക്കെ മലയാളികൾ കണ്ടേക്കാം. അതിൻ്റെ അർത്ഥം ഈ ഒരു സ്ഥലത്തുണ്ടാക്കുന്ന സാധനം അത് കേരളത്തിലുണ്ടാക്കി കേരളത്തിൻ്റെ ക്രെഡിറ്റാണ് എന്നല്ല. മറിച്ച് നിങ്ങൾക്ക് എപ്പോഴാണോ അത് നമ്മുടെ രാജ്യത്തിൻ്റെയാണ്, രാജ്യത്തിൻ്റെ പൊതു സ്വത്താണ് എന്ന തോന്നൽ വരുന്നത് അന്ന് മാത്രമേ നിങ്ങളെ ഒരു ദേശസ്നേഹിയായിട്ടുള്ള പാർട്ടിക്കാരൻ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തനമായിട്ട് കാണാൻ പറ്റൂ. അല്ലാത്ത കാലത്തോളം നിങ്ങൾക്ക് സ്വാധീനമില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് സ്വാധീനമുള്ള സ്ഥലം നിങ്ങളുടെ പരിധിയിൽ വരണം എന്ന തോന്നൽ കൊണ്ട് ജനങ്ങളിൽ കൂടി അത് ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രാദേശികവാദത്തിൻ്റെ ഇങ്ങനെ മുള പൊട്ടുന്ന ചിന്തകൾ നിങ്ങൾ ജനങ്ങളിലേക്ക് എറിഞ്ഞു കൊടുക്കും. തീർച്ചയായിട്ടും ഇത് രാജ്യത്തെ വിഘടിപ്പിക്കുന്ന ചിന്താരീതി തന്നെയാണ്. അതിൽ തിരുത്തുണ്ടാവാത്ത കാലത്തോളം നിങ്ങൾക്ക് ഇന്ത്യയുടെ ജനങ്ങളുടെ മനസ്സ് കീഴടക്കാൻ പറ്റില്ല. കേവലം ഒരു ഈർക്കിലി പാർട്ടിയായി, ഒരു പ്രാദേശിക പാർട്ടിയായി ഇവിടെ ഒടുങ്ങാനാവും വിധി. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.